നമ്മളെ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുമ്പോൾ പ്രത്യേകിച്ചും പട്ടിയെ പൂച്ച എങ്ങനെയൊക്കെ വളർന്നോളും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ് അതിന് നമ്മളില്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ ഡോഗിനെ വാങ്ങുമ്പം ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമ്മൾ എടുത്തു ചാടി മിക്കവാറും ആളുകൾ കുട്ടികൾ പറഞ്ഞു, അല്ലെ നമ്മൾ മുതിർന്നവരാണെങ്കിലും നമുക്കൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമുക്ക് ഇതിനെ നന്നായി പരിചരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡോഗിനെ വാങ്ങാവുള്ളൂ. കാരണം നമ്മളില്ലാതെ അവർക്കൊരു ജീവിതമില്ല. നമ്മളാണ് ഈ ഡോഗിൻ്റെ ലോകം എന്ന് പറയുന്നത്. നമ്മളൊരു സുപ്രഭാതത്തിൽ ഇതുങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇതുങ്ങളെ നോക്കാൻ നമുക്ക് മര്യാദയ്ക്ക് പറ്റാതെയൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ദുഃഖത്തിലാവും. അത് നമുക്കും ദുഃഖമാണ്, അവർക്കും അത് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഇതിനെ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പ്രായമുള്ള ആളുകൾ നോക്കേണ്ട ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഡോഗിനെ വാങ്ങരുത്. കാരണം അവർക്കിതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അവർക്കിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ പോലും അവരുടെ ആരോഗ്യം അതിനെ അനുവദിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പെറ്റ്സിനെ വാങ്ങുമ്പോൾ, അത് പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും, പൂച്ചയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. പക്ഷേ ഡോഗിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ കുറച്ചുകൂടെ ഭയങ്കര നന്ദിയുള്ള ഒരു ജീവിയാണ്. അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല. നമ്മളാണ് അവരുടെ ലോകം മുഴുവൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഈ ഇതുപോലുള്ള പെറ്റ്സിനെ വളർത്താൻ ഒരുങ്ങരുത്. നന്നായി അവരെ നോക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഒരുങ്ങി പുറപ്പെടാവൂ.